ഇസ്ലാം യാന്ത്രികമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിൽ പലരും ഇസ്ലാമിക രാജ്യത്താണ് വളർന്നത്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ വിശ്വാസത്തെപ്പറ്റി ചിന്തയില്ലായിരുന്നു. നിങ്ങൾ ക്രിസ്ത്യാനിയോ യുക്തിവാദിയോ ജൂതനോ ആകുമെന്ന് അവർക്കൊട്ടും ഭയമില്ലായിരുന്നു. എൻ്റെ കുട്ടി ജുമക്ക് പകരം വേറെ എവിടെയോ ആണ് പോകുന്നതെന്ന് അവർ നോക്കിയിരുന്നില്ല. അവരൊക്കെയും ഗുണ്ടകളാകുമെന്നോ ലഹരിക്ക് അടിമയാകി പോകുമെന്നോ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുമെന്നോ അവർ ചിന്തിച്ചിട്ടില്ല. സമൂഹവും ജനങ്ങളും സ്കൂളുകളും അവരെ പഠിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ടും ബാങ്ക് എല്ലാവരും കേൾക്കുന്നത് കൊണ്ടും പ്രത്യേകമായി അവരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മളിപ്പോൾ അങ്ങനെയല്ലല്ലോ. കാരണം നമ്മൾ വളർന്നത് വേറൊരു സാഹചര്യത്തിലാണ്. മക്കൾ വേറെയും സാഹചര്യത്തിൽ. കാലം മാറിയിരിക്കുന്നു. നിങ്ങൾ എല്ലാം ശരിയെന്ന് കരുതും, അതാവുകയും ചെയ്യും. നമ്മൾ നന്നായി, കാലം മാറിയെങ്കിലും നിങ്ങളും നന്നാവും. പക്ഷേ പുതിയ ലോകമാണ്. നമ്മുടെ മക്കൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കും എന്ന് ഒരു ഉറപ്പുമില്ല. രണ്ടു തരം മലിനീകരണമാണുള്ളത്. ഒന്ന് കാറിൽ നിന്ന് വരുന്ന പുക, മറ്റൊന്ന് കുഫർ. അത് റൈബിൻ്റേതാണ്, തറദ്ദുദിൻ്റേതാണ്. ആളുകൾക്ക് സംശയമാണ്. ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാത്ത ഒരുപാട് കൗമാരക്കാരെ എനിക്കറിയാം. എൻ്റെ ചുറ്റുപാടും കുറേ പേരങ്ങനെയുണ്ട്. ദീനിനെ പറ്റി എന്നും മോശമായാണ് അവർ കേൾക്കുന്നത്. ഈ ടെക്സസിൽ തന്നെ പലതും നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും 2 കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്നു. കൗമാരക്കാർ ദാവത്ത് ചെയ്യുന്നത് അത്ഭുതം തന്നെ. നമ്മളും അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ചൂടുള്ള ദിവസങ്ങളിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വണ്ടി എടുത്തുകൊണ്ട് അവർ വീടുകൾ തോറും കയറുകയാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് പറയണം. അതിന് ധൈര്യം വേണം. അവരെ എതിർക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ചെയ്യുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അത് സത്യമല്ലെങ്കിലും അവരുടെ കുട്ടികളിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചിരുന്നു. നമ്മൾ പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ പോകേണ്ടതില്ല. മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മതം അവർ മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തണം. അവർ പറയും, ഇത് ദൈവത്തിൻ്റെ വാക്കാണ്, ഇതൊരു അത്ഭുതമാണ് എന്നൊക്കെ. എന്നോടൊരിക്കൽ ഒരു കുട്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അത്ഭുതമല്ല, പക്ഷേ നിങ്ങളുടെ അറിവിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനികളെ ആകാനോ അവരെപ്പോലെ ജീവിക്കാനോ അല്ല ഞാൻ പറയുന്നത്. നല്ലത് കണ്ടാൽ അഭിനന്ദിക്കണം. അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു സ്വഭാവമാണ്. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.